No. Okay. Good morning, Good morning, ma'am. Good morning. Miss. Good morning, Miss. Good morning, Miss. Good morning, all. Ma'am, പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എങ്ങനെയുണ്ടായി? പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായി? സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിട്ട് കഴിഞ്ഞു. കുട്ടികൾക്ക് അവധി ഇല്ലാത്ത കാരണമല്ലേ 2 ദിവസം ഉണ്ടായുള്ളൂ അല്ലേ? 3 ദിവസം. വെള്ളിയാഴ്ചയും കൂടി അവധി കിട്ടിയ കാരണം കുഴപ്പമുണ്ടായില്ല അല്ലേ? അതെ. വീക്കെൻഡ് ആയതുകൊണ്ട് അവധി അതിലൂടെ പോയി. അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്കൊരു അവധി കിട്ടിയല്ല. വെള്ളിയാഴ്ച കിട്ടി ഇല്ലേ? വെള്ളിയാഴ്ച കിട്ടിയില്ലേ? വെള്ളിയാഴ്ച ആദ്യം അവധിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവധി കിട്ടി. അതെ. നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണല്ലേ മിസ് പറഞ്ഞത്. ക്ലാസ് എടുത്ത് തുടങ്ങിയതിലുള്ള സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, കൺട്രോൾ എൻവയോൺമെന്റ് എന്താണെന്ന് പറഞ്ഞു, പ്രോസസ് എന്താണെന്നല്ലേ, അങ്ങനെയുള്ളൊരു പിന്നെ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റ്സ്, ഓഡിറ്റ് എന്താണ്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ മിസ്. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തന്നു അല്ലെ. നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാലോ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. Chapter 1 in materials management. അതിൽ ഫസ്റ്റ് internal audit അല്ലേ. Okay, internal audit is a department or an organization of people within a company that is tasked with providing unbiased, independent reviews of system, business organization and process. എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റംസ് അല്ലെ, നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പേഷ്യന്റ് കെയർ സിസ്റ്റം അല്ലെ, സപ്ലൈ മാനേജ്മെന്റ് ചെയ്യുന്ന അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല വിധത്തിലുള്ള സോഫ്റ്റ്വെയർസ്, ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ്. പിന്നെ എന്താണ് ബിസിനസ് ഓർഗനൈസേഷനുകൾ അല്ലെ, പിന്നെ അവിടുത്തെ പ്രക്രിയകള്, പ്രോസസ്സുകൾ അല്ലെ, പലതരത്തിൽ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന പ്രക്രിയകൾ ഒരേപോലെയാണോ? ഇൻപേഷ്യന്റിൽ നടക്കുന്ന പ്രക്രിയകളല്ല ഔട്ട് പേഷ്യന്റിൽ അല്ലെ. അതേപോലത്തെ പ്രവർത്തനങ്ങളല്ല നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രക്രിയകള് ഒക്കെ എന്താണ്, എന്നിവയുടെ അൺബയാസ്ഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് റിവ്യൂസ് ആണ് അല്ലെ. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്പക്ഷവും അല്ലെ. നമുക്ക് ഓഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരാളെ അനുകൂലിച്ച് നമുക്ക് റിപ്പോർട്ട് നൽകാൻ പാടുണ്ടോ? ഒരു ടീമിനെ അനുകൂലിച്ച് റിപ്പോർട്ട് നൽകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എങ്ങനെയായിരിക്കണം? നിഷ്പക്ഷമായിരിക്കണം അല്ലെ. നിഷ്പക്ഷവും സ്വതന്ത്രവുമായിട്ടുള്ള, ആർക്കെങ്കിലും ഫേവർ ചെയ്തിട്ടാണോ അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഏതെങ്കിലും മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ അല്ല അല്ലെ. സ്വതന്ത്രമായിട്ടാണ് അല്ലെ എന്നിവയുടെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എന്താണ് പ്രോസസ്സുകള്, ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങള്, അവിടുത്തെ സിസ്റ്റംസ് ഒക്കെ എന്താണ്? നിഷ്പക്ഷവും സ്വതന്ത്രമായിട്ട് അവലോകനം ചെയ്യുന്ന, റിവ്യൂ നടത്തുന്ന എന്താണ് ഒരു കമ്പനിക്കുള്ളിലെ ആളുകളുടെ ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ ആണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ എൻ ഓർഗനൈസേഷൻ ഓഫ്
പീപ്പിൾ വിത്തിൻ എ കമ്പനി. അതായത് ഒരു കമ്പനിക്കുള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പീപ്പിൾസ് വിത്തിൻ എ കമ്പനി, കമ്പനിയിലുള്ളിൽ തന്നെയുള്ള ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് പീപ്പിൾസ് ചേരുന്ന അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് നടത്തുന്ന എന്താണ് നിഷ്പക്ഷവും സ്വതന്ത്രവുമായിട്ടുള്ള അവലോകനങ്ങളെയാണ് ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്താണ് അവലോകനം നടത്തുന്നത്? ആ കമ്പനിക്കുള്ളിലെ സിസ്റ്റംസ്, പ്രവർത്തനങ്ങൾ അല്ലെ, ഓപ്പറേഷൻസ്, അവിടുത്തെ പെർഫോമൻസ്, കൂടാതെ എന്താണ് അവിടുത്തെ എന്താണ് പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകളെല്ലാം സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ട് അവലോകനം ചെയ്യുന്ന കമ്പനിക്കുള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സിസ്റ്റംസ്, ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങള്, അവിടുത്തെ പ്രക്രിയകള് എന്താണ് നിഷ്പക്ഷവും സ്വതന്ത്രമായിട്ട് നടത്തുന്ന അവലോകനം. ആരാണ് അത് നടത്തുന്നത്? ആ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പോ നടത്തുന്ന അവലോകനങ്ങളെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മ പറഞ്ഞു എക്സ്റ്റേണൽ ഓഡിറ്റിന് നമ്മ പുറത്തു നിന്ന് ആളെ കൊണ്ടുവരാണ് അല്ലെ. എക്സ്റ്റേണൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷനെ കൊണ്ടുവന്നിട്ടാണോ നമ്മൾ നടത്തുന്നത്? പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റോ ആ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നോക്കി, ദ റോൾ ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഈസ് ടു പ്രൊവൈഡ് senior leaders and governing bodies of an organization an objective source of information regarding the organization risk, control environment, operational effectiveness and compliance with the applicable laws and regulations. അല്ലെ, എന്താണ് ഒരു കമ്പനിയില അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ പല പ്രവർത്തനങ്ങളും നടക്കണം അല്ലെ. ആണോ? ഒരു പ്രത്യേക പ്രവർത്തനം മാത്രം നടന്നാൽ ആ ഒരു കമ്പനിക്കുള്ളിലെ പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദമായിട്ട് നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ റിസ്കുകൾ അല്ലെ, നമുക്കറിയാം ഒരു കമ്പനി കൊണ്ടുപോകുന്നതിനും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും എന്താണ് ഒരുപാട് റിസ്കുകളില്ലേ? ഉണ്ടോ? റിസ്കുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ റിസ്കുകള്. കൺട്രോൾ എൻവിയോൺമെന്റ് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യണം? ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എ സേഫ് ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ് ടു പേഷ്യൻസ് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും എന്താണ് ആരോഗ്യപരമായിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഫെസിലിറ്റി ചെയ്യണോ? നൽകണോ? പ്രൊവൈഡ് ചെയ്യണം അല്ലേ. പല എന്താണ് അവിടുത്തെ ഫെസിലിറ്റീസിൽ നിന്നുള്ള ഒരു അപകടങ്ങളും റിസ്കുകളും ഇല്ലാത്ത രീതിയിൽ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോളിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സേഫ് ആയിട്ടുള്ളതും അവർക്ക് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനെന്ത് വേണം? ആവശ്യത്തിന് വെന്റിലേഷൻ കൊടുക്കണം അല്ലെ. സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? സാനിറ്റേഷൻ, ഡിസ്ഇൻഫെക്റ്റിംഗ് ടാസ്കുകൾ അല്ലെ, സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ അല്ലേ, അങ്ങനെയുള്ള ഡിസ്ഇൻഫെക്റ്റിംഗ് ടാസ്കുകള്. പിന്നെ എന്താണ് വെന്റിലേഷൻസ്, അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും വേണം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടോ? നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റും പഠിച്ചു ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയായിരിക്കണം. പഠിച്ചോ? ഫാർമസി, ഡയാലിസിസ് അല്ലെ, ആണോ? അപ്പൊ അതൊക്കെ എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിനെ സുരക്ഷിതത്വവും അവർക്ക് വേണ്ട
ഹെൽത്തി എൻവയോൺമെന്റ് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഹെൽത്തി എന്താണ് കൺട്രോൾ എൻവയോൺമെന്റ് നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും സുരക്ഷിതമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള കൺട്രോൾ എൻവയോൺമെന്റ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് അല്ലെ? എന്താണ് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് എങ്ങനെയുള്ളതായിരിക്കണം? ഫലപ്രദമായിരിക്കണം അല്ലെ? ഫലപ്രാപ്തിയുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഓപ്പറേഷണൽ എൻവയോൺമെന്റ്. പിന്നെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണോ? നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണോ? പാലിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നിയമങ്ങളും നിയന്ത്രണങ്ങളും അവരവിടെ കംപ്ലൈൻസ് ചെയ്യുന്നുണ്ടോ അല്ലെ? പാലിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരു സീനിയർ ലീഡറിന്റെ എന്താണ്, അല്ലെങ്കിൽ സീനിയർ ലീഡറിന്റെയോ അതല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഒരു ബോഡീസ് ഉണ്ടാവും, ഒരു മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, ഒരു ഹോസ്പിറ്റല് നിയന്ത്രിക്കുന്ന അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗവേണിംഗ് ബോഡീസ്, അത് ഭരിക്കുന്ന ആ ഒരു ബോഡീസിന് എന്താണ്, എങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വസ്തുനിഷ്ഠമായിട്ടുള്ള അല്ലെ ഒബ്ജക്റ്റീവ് സോഴ്സുകള് എന്താണ്, വസ്തുനിഷ്ഠമായിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നതാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പങ്ക് എന്ന് പറയുന്നത് അല്ലെ? എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഓർഗനൈസേഷൻ റിസ്കുകള്, ഓർഗനൈസേഷന്റെ അപകട സാധ്യതകള്, അപകടങ്ങള്, അവിടുത്തെ കൺട്രോൾ എൻവയോൺമെന്റ്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി, കൂടാതെ ഹോസ്പിറ്റലിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നടത്തേണ്ട നിയമങ്ങളും നിയന്ത്രണങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവലോകനം നടത്തി അവിടെ ഭരിക്കുന്ന ഗവേണിംഗ് ബോഡീസിനോ അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ ലീഡേഴ്സിനോ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ മിസ് പറയാം. ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ, നമ്മൾ ഹോസ്പിറ്റലാണ് അല്ലെ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിലെ സിസ്റ്റംസ് അല്ലെ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇമ്പോർട്ടന്റ് ലൈൻ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ്, അവിടുത്തെ ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങള്, അവിടുത്തെ എന്താണ് വിത്തിനെ കമ്പനി പ്രക്രിയകൾ അല്ലെ? ഇതൊക്കെ എന്താണ് വസ്തുനിഷ്ഠവും എന്താണ് വസ്തു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും എന്താണ് റിവ്യൂ നടത്തുക. ആ ഒരു കമ്പനിക്കുള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ചേർന്ന് അവലോകനം നടത്തുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റോൾ എന്താണ് അല്ലെ? ഒരു കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റോൾ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷൻ റിസ്കുകൾ അല്ലെ? നമുക്കറിയാം ചിലപ്പോ അവിടെ എന്താണ് ഫ്രോഡുകൾ നടത്താം അല്ലെ? അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ സാമ്പത്തിക രേഖകളിൽ കള്ളത്തരങ്ങൾ നടത്താലോ. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ റിസ്കുകള്, ഓർഗനൈസേഷന്റെ അപകടങ്ങള്, കൺട്രോൾ എൻവയോൺമെന്റ് അല്ലെ? നിയന്ത്രിതമായിട്ടുള്ള എൻവയോൺമെന്റ്, കൂടാതെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി, കൂടാതെ അവിടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും നിയന്ത്രണങ്ങളെ കുറിച്ചും വസ്തുനിഷ്ഠമായിട്ട് അല്ലെ നമ്മൾ പറയാറില്ലേ, എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ ആയിരിക്കണം അല്ലെ കൊടുക്കേണ്ടത് അല്ലെ? നമ്മ എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് പ്രവചനം നടത്തി നമുക്ക് പറയാൻ പറ്റോ? ഇല്ല അല്ലെ? പ്രവചനം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റല് ഏതൊരു പ്രവർത്തനം നടന്നാലും അതിന്റെയൊക്കെ റെക്കോർഡുകൾ ഉണ്ട് അല്ലെ? റെക്കോർഡുകൾ സൂക്ഷിക്കുന്നില്ലേ? പേഷ്യൻസ് ഡാറ്റാബേസ് അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകള്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ അല്ലെ?
പിന്നെ നമ്മുടെ മെറ്റീരിയൽസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലോ പർച്ചേസിംഗ് ഓർഡേഴ്സ്, ഇൻവോയ്സ് അല്ലെ, സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലേ ഉണ്ടോ? ഉണ്ട് അല്ലെ. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ടോ? സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ്, വസ്തുനിഷ്ഠമായ വിവരങ്ങളിലൂടെ അവലോകനം നടത്തിയിട്ട് നമ്മുടെ ഈ സീനിയർ ലീഡേഴ്സിനോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനോ അല്ലെ അവിടെ ഭരിക്കുന്ന ബോഡീസിനോ എന്താണ് അവലോകനം റിവ്യൂസ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ മക്കളെ? അത് രണ്ടും ഓക്കെയാണോ? ഓക്കെ. ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തോട്ടാ. ഫസ്റ്റത്തെ സെന്റൻസ് മാർക്ക് ചെയ്തോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് പറയുന്നത് ആസ് ഇന്റേണൽ ഓഡിറ്റ്സ് റിപ്പോർട്ട് ടു സീനിയർ ലീഡർഷിപ്പ് അല്ലെ. നമുക്ക് പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റിപ്പോർട്ട് ആർക്കാണ് നൽകേണ്ടത്? ഗവേണിംഗ് ബോഡീസിനോ അല്ലെ, അവിടെ ഭരണം നടത്തുന്ന ബോർഡിനോ അല്ലെങ്കിൽ ആർക്കാണ്? സീനിയർ ലീഡേഴ്സിനാണ് അല്ലെ സമർപ്പിക്കുന്നത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. Internal audits report to senior leadership. It is only appropriate that its activities are directed by CEO, like Chief Executive Officer, like CEO or Board of Directors through its audit committee. എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റിപ്പോർട്ട് നമ്മുടെ സീനിയർ ലീഡേഴ്സിന് സമർപ്പിക്കണം. കൂടാതെ ഈ ഒരു പ്രവർത്തനങ്ങള് എങ്ങനെയാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അണ്ടറിലോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിലോ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് നമ്മുടെ ഓഡിറ്റിംഗ് കമ്മിറ്റി ചെയ്യുന്നത്. നമ്മുടെ ഓഡിറ്റിംഗ് കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ റിവ്യൂസ് നടത്തുന്നു എന്ന് പറഞ്ഞല്ലേ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, പ്രോസസ്സുകള്, സിസ്റ്റംസ്, കൺട്രോൾ എൻവിയോൺമെന്റ് അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളും അവര് റിവ്യൂ നടത്തുന്നെന്ന് പറഞ്ഞു. ഇന്റേണൽ ഓഡിറ്റ്സ്. അപ്പൊ അത് നിയന്ത്രിക്കാനായിട്ട് ഒരാളുണ്ടാവുമല്ലോ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവോ? ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് അതാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അതല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറോ ആണ് നമ്മുടെ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കൂടാതെ ഈ ഓഡിറ്റിംഗ് കമ്മിറ്റി അവര് അവലോകനങ്ങൾ നടത്തി അതിൽ നിന്ന് അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നമ്മുടെ സീനിയർ ലീഡേഴ്സിനായിരിക്കും സമർപ്പിക്കുന്നത്. ഓക്കെയാണോ? സിഇഒ ചോദിക്കാട്ടോ. സിഇഒ ചോദിക്കാം. പിന്നെ എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം കേട്ടോ. രണ്ടുപേര് വരാം. ഒന്നില്ലെങ്കിൽ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓക്കെയാണോ? അത് നെക്സ്റ്റ് എടുക്കാലോ. Members of internal audit must be independent of internal politics and unbiased to provide leadership with objective source of information. അല്ലെ, നമ്മ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയിലെ ഇന്റേണൽ ഓഡിറ്റിംഗ് ടീമിലെ മെമ്പേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലെ. എന്താണ് നമുക്കറിയാം ഒരു കമ്പനി ആണെങ്കിലോ അല്ലെ, കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളില് പലതരത്തിലുള്ള യൂണിയൻസ് ഉണ്ട് അല്ലെ. എംപ്ലോയീസ് യൂണിയൻ എന്നൊക്കെ പറയാറില്ലേ നമ്മ? എംപ്ലോയീസ് യൂണിയൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങള് ആന്തരിക ഇന്റേണൽ കമ്മിറ്റിയിൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന കമ്മിറ്റികളിലൊന്നും പെടാത്ത അല്ലെ, സ്വതന്ത്ര പൊളിറ്റിക്സിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ടുള്ള അംഗങ്ങളായിരിക്കണം. കൂടാതെ ഇവരെങ്ങനെയായിരിക്കണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? വസ്തുനിഷ്ഠമായിരിക്കണം അല്ലെ, നിഷ്പക്ഷമായി അല്ലെ. നോക്കിയേ,
Members of internal audit committee audit must be independent of internal politics. അല്ലെ, ഇതാണ് നമ്മുടെ ഇന്റേണൽ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എവിടെയാണോ പ്രവർത്തനം നടക്കുന്നത് ആ ഒരു കമ്പനികൾക്കുള്ളിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സിലോ ഒന്നും ഉൾപ്പെടാത്ത സ്വതന്ത്രരായിട്ടുള്ള അംഗങ്ങളായിരിക്കണം ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങള്. കൂടാതെ അവര് അൺബയാസ്ഡ് ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം, നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായിട്ടുള്ള ഒബ്ജക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെ, വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് അല്ലെ, ഇൻഫർമേഷനുകളിൽ നിന്നായിരിക്കണം അവരെന്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലെ, റിവ്യൂ നടത്തേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാന് ഒരു ഇന്റേണൽ ഓഡിറ്റിൽ ഉള്ള ഒരു അംഗമാണെങ്കിൽ ഞാൻ ഫിനാൻസ് മാനേജർ പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണോ പറയാൻ പാടുള്ളത്? ആണോ? അല്ല. ഞാൻ എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്? അവരിൽ നിന്നൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ റെക്കോർഡ്സുകൾ അല്ലെ, ഒരു ഹോസ്പിറ്റലിലുള്ള അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ള റെക്കോർഡ്സുകൾ, ഫിനാൻസ് രേഖകൾ അല്ലെ, എല്ലാം ശരിയായ രീതിയിൽ അവലോകനം ചെയ്തിട്ട് വേണോ തീരുമാനം എടുക്കാൻ, ഡിസിഷൻ അല്ലെ, റിവ്യൂ റിപ്പോർട്ട് കൊടുക്കാൻ. ആണോ? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റോ? ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അവരെങ്ങനെയായിരിക്കണം, ഒരു ആന്തരിക പൊളിറ്റിക്സിൽ അല്ലെ, രാഷ്ട്രീയത്തിൽ ഉൾപ്പെടാത്ത സ്വതന്ത്രരായിട്ടുള്ള ആളുകളായിരിക്കണം ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടേണ്ടത്. കൂടാതെ ഇവരെങ്ങനെയുള്ള ഇതായിരിക്കണം, എന്താണ്, നമ്മുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള അല്ലെ, ഒബ്ജക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ നിന്ന് നിഷ്പക്ഷമായിട്ടുള്ള എന്തായിരിക്കണം, റിവ്യൂസ് അല്ലെ, അവലോകനങ്ങളായിരിക്കണം ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് നൽകേണ്ടത്. ഓക്കെയാണോ? വസ്തുനിഷ്ഠമായിട്ടുള്ള സ്രോതസ്സുകൾക്ക് അല്ലെ, എന്താണ്, ഹോസ്പിറ്റലിനുള്ളിലുള്ള അവിടുത്തെ റെക്കോർഡ്സുകൾ, രജിസ്റ്റേഴ്സ്, സിസ്റ്റംസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് എന്താണ് അവലോകനം നടത്തിയിട്ട് വേണം അവർ ഈ ഒരു ഇന്റേണൽ ഓഡിറ്റിങ്ങിന് നേതൃത്വം നൽകാൻ. ഓക്കെയാണോ? ഒരിക്കലും ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ പറയുന്നത് കേട്ട് ഒരിക്കലും അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടില്ല. എല്ലാ രേഖകളും ശരിയായ രീതിയിൽ അസസ്മെന്റ് നടത്തി വിലയിരുത്തിയതിന് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ്, under the direction of audit committee, internal audit works with management to systematically review control activities over critical system and process. Like under the internal auditing committee ഡയറക്ഷനിൽ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്താണ് വർക്ക്സ് ചെയ്യുന്നത്, വിത്ത് മാനേജ്മെന്റ് ടു സിസ്റ്റമാറ്റിക്കലി അവരെന്തൊക്കെ കാര്യങ്ങളാണ് അവലോകനം നടത്തുന്നത്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കൺട്രോൾ ആക്ടിവിറ്റീസ് അല്ലെ, നിയന്ത്രണമായിട്ടുള്ള പ്രവർത്തനങ്ങള്, ഓവർ ക്രിട്ടിക്കൽ സിസ്റ്റം ആൻഡ് പ്രോസസ് അല്ലെ, അവിടുത്തെ പ്രക്രിയകൾ. ആദ്യം തന്നെ മിസ് പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ് കൺട്രോൾ എൻവയോൺമെന്റ്, അവിടുത്തെ പ്രോസസ്സുകള്, അവിടുത്തെ സിസ്റ്റംസ്, അവിടുത്തെ എന്താണ് പെർഫോമൻസ് അല്ലെ, ഇതൊക്കെയല്ലേ അവർ അവലോകനം നടത്തുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ അല്ലെ, നേതൃത്വത്തിൽ എന്താണ് അവിടുത്തെ ക്രിട്ടിക്കൽ സിസ്റ്റം അല്ലെ, നിർണായകമായിട്ടുള്ള സിസ്റ്റംസിന്റെ കൺട്രോൾ ആക്ടിവിറ്റീസ്, നിയന്ത്രണ പ്രവർത്തനങ്ങളിലും, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ പെർഫോമൻസ് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും പ്രക്രിയകള്, പ്രവർത്തനങ്ങള്, പ്രോസസ്സുകള് അല്ലെ, എല്ലാ കാര്യങ്ങളും ഇവരെന്താണ് സിസ്റ്റമാറ്റിക്കലി റിവ്യൂ നടത്തുന്നു അല്ലെ, വ്യവസ്ഥാപിതമായിട്ട് അവര് അവലോകനം നടത്തുന്നു. ഓക്കെയാണോ? എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് അല്ലെ അവലോകനം നടത്തുന്നത്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ അല്ലെ,
സാമ്പത്തിക രേഖകള് ഒക്കെ മാത്രമാണ് അല്ലെ അവലോകനം നടത്തുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റിംഗില് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളോ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളോ മാത്രമല്ല അവലോകനം നടത്തുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പ്രോസസ്സുകള്, സിസ്റ്റംസ്, കൺട്രോൾ എൻവിയോൺമെന്റ്, അവരുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഓൾ ആക്ടിവിറ്റീസ് അല്ലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്റേണൽ ഓഡിറ്റ് വർക്കേഴ്സ് അവലോകനം നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the reviews performed by internal audit are often called internal audits അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ലഭിക്കുന്ന അവലോകനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നു അല്ലെ. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന അവലോകനങ്ങളെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. The reviews performed by internal audits are often called the dash. അടയാളപ്പെടുത്തി വെക്കാം ട്ടോ. An internal audit may be used to assess an organization performance or the execution of a process against a number of standard policies, metrics or regulations അല്ലെ. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് ഉപയോഗിച്ചിങ്ങാട്ട് യൂസ് ചെയ്തങ്ങാട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുന്നു. കൂടാതെ എന്താണ് എക്സിക്യൂഷൻ ഓഫ് പ്രോസസ് അഗേൻസ്റ്റ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡുകൾ അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സുകൾ പറയുന്നുണ്ടല്ലോ. പേഷ്യന്റ് കെയർ അല്ലെ അല്ലേ, പേഷ്യന്റ് കെയർ സെന്റേർഡ് ആയിട്ടും മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടും ഒരുപാട് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സുകള്, അവിടുത്തെ പോളിസികള് അല്ലെ, പോളിസീസ്, നയങ്ങള്, അവിടുത്തെ അളവുകള്, മെട്രിക്സുകള്, ഓർ അവിടുത്തെ നിയന്ത്രണങ്ങള്, റെഗുലേഷൻസ് ഒക്കെ എന്താണ് പാലിക്കുന്നുണ്ടോ അല്ലെ. അവിടുത്തെ പ്രക്രിയകളില്, അവിടുത്തെ പ്രവർത്തനങ്ങളില് അവർ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് കൂടി ഇന്റേണൽ ഓഡിറ്റ്സില് വിലയിരുത്തുന്നു. ഓക്കെയാണോ? ഇന്റേണൽ ഓഡിറ്റ്സില് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ എന്താണ് assess the organization performance or ഓർഗനൈസേഷന്റെ പ്രകടനങ്ങള്, പ്രവർത്തനങ്ങള് വിലയിരുത്തുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഒരു പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവര് പാലിക്കേണ്ട അല്ലെ, അവര് നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങള്, നയങ്ങള് അല്ലെ, റെഗുലേഷൻ, നിയന്ത്രണങ്ങള്, അവിടുത്തെ മെട്രിക്സുകൾ, അളവുകള് അവർ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് കൂടി അസസ് ചെയ്യും, ഇന്റേണൽ ഓഡിറ്റില് വിലയിരുത്തുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് അതായത് മിസ് പറഞ്ഞല്ലോ ഇന്റേണൽ ഓഡിറ്റ്സില് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓൾ ആക്ടിവിറ്റീസ് അല്ലെ, മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. എന്നിട്ട് ഇതിൽ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അവര് എന്താണ് നിയമങ്ങള്, നയങ്ങള്, റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ, സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ, അവിടുത്തെ കൺട്രോൾ എൻവിയോൺമെന്റ് പാലിക്കുന്നുണ്ടോ, അവിടുത്തെ പ്രോസസ്സുകൾ ശരിയായ രീതിയിലാണോ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റും അതുപോലെ തന്നെയാണ്. These internal may include examining a business internal controls around corporate governance, accounting, financial reporting and IT general controls. എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ഭാഗമായിട്ട് നമ്മ എന്താണ് താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി എക്സാമിൻ ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? അറൌണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കമ്പനി അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റല് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ പലതരത്തിലുള്ള റൂൾസുകളും റെഗുലേഷൻസ് ഒക്കെ പറയുന്നില്ലേ മക്കളെ? ഒരുപാട് നയങ്ങളും നിയന്ത്രണങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നയങ്ങളും നിയന്ത്രണങ്ങളും അവര് ശരിയായ രീതിയിലുള്ള അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അല്ലെ, അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? കൂടാതെ എന്താണ് അക്കൗണ്ടിങ് അല്ലെ, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള റിപ്പോർട്ടിംഗ്. ആൻഡ് IT ജനറൽ കൺട്രോൾസ് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള ജനറൽ നിയന്ത്രണങ്ങൾ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും അവിടെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് എറർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സും സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആണോ? ഇപ്പൊ മെസ്സേജസ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെ, പലതരത്തിലുള്ള IT പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടല്ലേ ശരിയായ രീതിയിൽ പ്രവർത്തനം. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ പറഞ്ഞേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, പേഷ്യന്റ് പോർട്ടൽ ഉണ്ട് അല്ലെ, പേഷ്യന്റ് പോർട്ടൽ ഉണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ, ഉണ്ടോ? പിന്നെ എന്താണ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട്സ് ഒക്കെമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിമോട്ട് മോണിറ്ററിംഗ് ഉണ്ട് അല്ലെ, പേഷ്യൻസിനും CRM ഉണ്ട്, റിമോട്ട് മോണിറ്റർ അല്ലേ. അപ്പൊ ഒരുപാട് IT പ്രവർത്തനങ്ങൾ അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ എന്തിൽ വിലയിരുത്തുന്നുണ്ടെന്ന് നമ്മുടെ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്സ് മേ ഓൾസോ റിക്വയർ evaluating the effectiveness or efficiency of critical business operation such as supply chain management അല്ലെ. നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെ, എന്താണ് നിർണായക ബിസിനസ് പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങള് എഫക്റ്റീവ് ആണോ, എഫിഷ്യൻസി ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താ? സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ നിർണായക ബിസിനസ് പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുത്തില്ല, അവർക്ക് ലഭ്യമായില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുമോ? അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലെ, അവരവിടെ നിർത്തിവെക്കേണ്ടി വരും അല്ലെ. ആണോ? അവിടുത്തെ പ്രവർത്തനങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് ആണോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? ആണോ? പിന്നെ എന്താണ്? അതേപോലെ ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസിന് വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ നിങ്ങക്ക് ഹോസ്പിറ്റലില? പറയാമോ? സ്റ്റാഫുകളുടെ റേഷ്യോ അല്ലെ, ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻ, എമർജൻസി മെഡിസിൻ. ഓക്കെ, സ്റ്റാഫുകള് അവിടുത്തെ എന്താണ്? ലിനൻ ഐറ്റംസ്. ഓക്കെ, സ്റ്റാഫുകളുടെ നമ്പേഴ്സ് പറയാലോ നിങ്ങൾക്ക്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്താണ്? ഇപ്പൊ നമ്മ ICUലാണെങ്കിൽ പറയുന്നുണ്ട് അല്ലെ, വാർഡില് പറയുന്നുണ്ട്, ICUല് പറയുന്നുണ്ട് അല്ലെ, പേഷ്യന്റ് നേഴ്സ് റേഷ്യോ പറയുന്നുണ്ടോ? 1:1 അല്ലേ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ റേഷ്യോ അനുസരിച്ച് അവിടുത്തെ സ്റ്റാഫുകള്, ഡോക്ടേഴ്സ്, നഴ്സുമാരില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള ക്രിട്ടിക്കൽ ബിസിനസ് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും അല്ലെ ഇവാലുവേറ്റ് ചെയ്യുക കൂടി നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിൽ നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇന്റേണൽ ഓഡിറ്റ്സിൽ വിലയിരുത്തേണ്ടതുണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള ക്രിട്ടിക്കൽ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സ് അവരുടെ ആ പ്രവർത്തനങ്ങളുടെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും വിലയിരുത്തേണ്ടതാണ്. ഓക്കെ ആണോ അത്?
ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി പറയാലോ. നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു പ്രധാന ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഭാഗത്തേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം നമുക്ക് കാര്യക്ഷമമായി നടത്താൻ സാധിക്കും. വാർഡില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സില്, എമർജൻസി ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ക്രിട്ടിക്കൽ മെഡിക്കൽ ഗ്യാസ് അല്ലെ, അതൊക്കെ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനം നമ്മുടെ സപ്ലൈ ചെയിൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ മാത്രം പറഞ്ഞേക്കുന്നതാണ് കേട്ടോ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അങ്ങനെയുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അത് എത്രത്തോളം നല്ല രീതിയിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? ആരാ ചോദിച്ചേ? ഓക്കെ ആണോ? അപ്പൊ ആ ഒരു സെക്ഷൻ ഓക്കെ ആണല്ലോ, ഫസ്റ്റത്തെ ഭാഗം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സിഇഒ അടയാളപ്പെടുത്താം, സിഇഒ അടയാളപ്പെടുത്താം. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് ഭാഗത്തേക്ക് കടന്നോട്ടെ. നെക്സ്റ്റ് പറയുന്നത് those individuals working in internal audits are called internal audits. നമുക്കറിയാം അല്ലെ, ഇന്റേണൽ ഓഡിറ്റ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് പറയുന്നു? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നു അല്ലെ. ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, വിത്തിൻ എ കമ്പനി, an ഓർഗനൈസേഷൻ അല്ലെ. ആ ഒരു കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ അതിനൊരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അതിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താം. Internal auditors may cover all areas of an organization or specialized based on their skill sets. അല്ലെ, എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയാസും നമ്മൾ പറഞ്ഞു ആക്സസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഒരു പ്രത്യേക പ്രവർത്തനങ്ങൾ മാത്രമല്ല അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ അല്ലെ ഒരു കമ്പനി, ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നു അല്ലെ. അപ്പൊ എന്താണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് may cover all areas of an organization or specialize based on their skill sets. അതായത് ആ ഒരു പേഴ്സന്റെ സ്കിൽ സെറ്റ് അനുസരിച്ച്, കഴിവ് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്ന ഓരോ ഏരിയാസ് സ്പെഷ്യലൈസ് ചെയ്ത് അവർ വിലയിരുത്തുന്നു. ചില നമ്മുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഒരുപാട് ആളുകൾ, ഒരു 4-5 ആളുകൾ ഉണ്ടാവും. അപ്പൊ ചിലവർക്ക് എന്തായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളായിരിക്കും അസസ് ചെയ്യാൻ അവർക്ക് കുറച്ചും കൂടി സ്കിൽ ആയിട്ടുള്ളത്. അപ്പൊ അവര് അങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചിലവർക്ക് എന്താണ് അവിടുത്തെ പ്രോസസ്സുകളായിരിക്കും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിവുള്ളത്. അപ്പൊ അവര് ആ ഒരു ഏരിയ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചിലർ അവിടുത്തെ എന്തായിരിക്കും കൺട്രോൾ എൻവിയോൺമെന്റിനെ ആയിരിക്കും വിലയിരുത്താനായിരിക്കും അവർക്ക് കുറച്ചും കൂടി കഴിവും എക്സ്പേർട്ട് ആയിട്ടുള്ളത്. അപ്പൊ അവര് ആ ഒരു ഏരിയ വിലയിരുത്തുന്നു. ഓക്കെ ആണോ? ആ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിക്കുള്ളിലെ അംഗങ്ങളുടെ സ്കിൽ അനുസരിച്ച് അവര് ആ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഓഡിറ്റ്സ് ഓരോ സ്പെഷ്യലൈസ്ഡ് ഏരിയ ബേസ് ചെയ്ത് അവരെ വിലയിരുത്തുന്നു. കുറെ ആളുകൾ എന്ന് വെച്ചാൽ ഒരു 4-5 നമ്മൾ പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും അല്ലെ. ആദ്യം തന്നെ മിസ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത് ആ ഒരു കമ്പനിക്കുള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കൂടി ചേർന്ന് നടത്തുന്നതാണ് അല്ലെ. അപ്പൊ അതിലെന്താണ് 4-5 ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ അവരുടെ ആ സ്കിൽ സെറ്റ് അനുസരിച്ച് അവർ ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് the aim of internal audits is to identify weakness within the organization process and control environment internally.
so that they can be fixed as quickly as possible to prevent harm to the organization or its stakeholders. അല്ലെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലെ വീക്ക്നെസ്സുകൾ അല്ലെ ഐഡന്റിഫൈ വീക്ക്നെസ് ബലഹീനതകളെ തിരിച്ചറിയുകയും എന്താണ് അവിടുത്തെ ആന്തരിക പരിസ്ഥിതിയെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലെ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. നമ്മ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രകടനങ്ങള് വിലയിരുത്തിയിട്ട് നമ്മ എന്താണ് അവിടുത്തെ പോരായ്മകൾ അല്ലെ വീക്ക്നെസ് അല്ലെ ആണോ വീക്ക്നെസ് കൂടാതെ പിന്നെ എന്താണ് ആന്തരികമായിട്ടുള്ള ഇന്റേണൽ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെയാണോ കൺട്രോൾ എൻവയോൺമെന്റ് ഇന്റേണലി വിലയിരുത്തുന്നത് ആണോ. അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ ഉള്ളിലെ അല്ലെ ഓർഗനൈസേഷൻ പ്രക്രിയകളിലെ ബലഹീനതകളെ തിരിച്ചറിയും അവിടുത്തെ ഇന്റേണൽ എന്താണ് കൺട്രോൾ എൻവയോൺമെന്റ് അല്ലെ അവിടുത്തെ ഇന്റേണൽ കൺട്രോൾ എൻവയോൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും ഓർഗനൈസേഷനും അവിടുത്തെ പങ്കാളികൾക്കോ അല്ലെ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ദോഷം വരുത്തുന്നത് അവർക്ക് തടയാൻ സാധിക്കോ ഈ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നതിലൂടെ. അവർക്ക് അറിയാൻ പറ്റും അല്ലെ ഹോസ്പിറ്റലിന്റെ വീക്ക്നെസ് എന്താണ് അല്ലെ അവിടുത്തെ പോരായ്മകൾ എന്താണ് അവിടുത്തെ ഫ്രോഡുകൾ എന്താണ് അല്ലെ കള്ളത്തരങ്ങൾ എന്താണ് എവിടെയെങ്കിലും അവർക്ക് ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ എവിടെയെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടതുണ്ടോ അല്ലെ. ഈ അസസ്മെന്റ് നടത്തുമ്പോൾ അവർക്ക് അറിയാലോ പ്രോസസ്സുകളില് സിസ്റ്റത്തില് അല്ലെ. അപ്പൊ എന്താണ് അതുവഴി എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് ഇന്റേണൽ കൺട്രോൾ എൻവയോൺമെന്റ് വിലയിരുത്തുക കൂടാതെ അവിടുത്തെ ബലഹീനതകള് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ലക്ഷ്യം. ഇതുവഴി ആ ഒരു ഓർഗനൈസേഷനും അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ എന്താണ് പങ്കാളികൾക്കും ദോഷം വരുത്തുന്ന കാര്യങ്ങൾ അവർക്ക് തടയാൻ ഈ ഇന്റേണൽ ഓഡിറ്റിംഗിലൂടെ തടയാനായി സാധിക്കുന്നു. ഓക്കെയാണോ? അങ്ങനെ തന്നെയല്ലേ നമ്മ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും അല്ലെ. അപ്പൊ ആ റിപ്പോർട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാലോ അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ അവിടെ എന്തെങ്കിലും ഫ്രോഡുകൾ അല്ലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അല്ലെ സാമ്പത്തികമായിട്ടുള്ള കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെ ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ലക്ഷ്യം. അതുവഴി ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരാളായിരിക്കും അല്ലെങ്കിൽ 3-4 പേര് പാർട്ണർഷിപ്പിൽ തുടങ്ങുന്ന കമ്പനികളും ഓർഗനൈസേഷനൊക്കെ ഇല്ലേ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ ഉണ്ടോ. അപ്പൊ അതാണ് പറയുന്നത് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആ ഒരു ഓർഗനൈസേഷനും എന്താണ് ദോഷം വരുത്തുന്ന അല്ലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തുന്ന ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ തടയാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് accordingly the internal audit plan for an organization should be driven by risk basis or in other words be designed to examine those areas that present the greatest risk to the company. അതായത് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്ലാന് ആ ഒരു ഓർഗനൈസേഷനില് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് അവര് ആസൂത്രണം ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ അപകടങ്ങളുടെ ബേസിസിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം കൂടുതലായിട്ട് അവിടെ എന്തൊക്കെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസ് എല്ലാം റിസ്ക് ബേസിസ് ആണ്. പക്ഷെ കൂടുതലായിട്ടും ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ്മെന്റുകൾ അവർ കൂടുതൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലെ കൊടുക്കോ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേപോലെ എന്താണ് അവിടുത്തെ പ്രോസസ്സുകൾ പ്രക്രിയകൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കോ വിലയിരുത്താനായിട്ട്.
അപ്പൊ എന്താണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പ്ലാന് അവിടുത്തെ അപകട സാധ്യതകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും, റിസ്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ അതർ വേർഡ്സ് വേറൊരു രീതിയിൽ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? വി ഡിസൈൻ ടു എക്സാമിൻ ദോസ് ഏരിയാസ് ദാറ്റ് പ്രസന്റ് ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ടു ദി കമ്പനി. അല്ലെ, ഒരു കമ്പനിയിലെ ഏറ്റവും കൂടുതൽ അപകടം ഏത് ഭാഗത്താണ്, ഏത് ഏരിയാസിലാണ്, ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാന് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെയാണോ? രണ്ട് രീതിയിൽ പറയാം. ആദ്യത്തേത് രണ്ട് രീതിയിൽ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഏത് ഭാഗത്താണോ, ഏത് ഏരിയാസിലാണോ കൂടുതൽ റിസ്ക് ഉള്ളത് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവര് ഈ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the internal audit plan should also include a component of the strategic need of an organization. ആന്തരിക ഓഡിറ്റിംഗ് പ്ലാനിൽ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് പ്ലാനില് ഒരു സ്ഥാപനത്തിന്റെ തന്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഘടകവും കൂടി ഫാക്ടേഴ്സ് കൂടി ഉൾക്കൊള്ളിക്കണം അല്ലെ. എന്താണ്, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ പല സ്ട്രാറ്റജീസും പ്രയോഗിക്കണം അല്ലെ, തന്ത്രങ്ങളും പ്രയോഗിക്കണം ആണോ? അപ്പൊ അങ്ങനെയുള്ള ഘടകങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്ലാന് തയ്യാറാക്കാനായിട്ട്. ഇപ്പൊ മിസ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നമ്മുടെ വീടിന്റെ അടുത്ത് രണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് തൊട്ടടുത്ത്. ഓരോടുത്ത് നല്ല ഫെസിലിറ്റീസും ഒരുപാട് എക്യുപ്മെന്റ്സുകളും പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഡയഗ്നോസിസ് നടത്തുന്നതൊക്കെ. മറ്റേ ഹോസ്പിറ്റലിൽ പണ്ടത്തെ രീതിയിൽ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ അധികം ടെക്നോളജീസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എക്യുപ്മെന്റുകൾ ഇല്ല. അപ്പൊ നിങ്ങൾ എവിടെയായിരിക്കും പോകുന്നത്? ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലിലായിരിക്കും അല്ലെ, മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിലായിരിക്കും അല്ലെ. അതൊരു തന്ത്രമാണോ? മറ്റൊരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കൂടുതൽ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുക, കൂടുതൽ എക്യുപ്മെന്റുകൾ ആഡ് ചെയ്യുക, കൂടുതൽ ടെക്നോളജീസ് ആഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ, നമ്മുടെ പേഷ്യൻസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മ വിലയിരുത്തണോ? ടെക്നോളജീസ്, ഫെസിലിറ്റീസ്, അതിന്റെ എൻവയോൺമെന്റ് ഇല്ലേ. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സ് പ്ലാനില് നമ്മ എന്താണ് ഒരു സ്ഥാപനത്തിന്റെ തന്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഘടകവും കൂടി ഉൾക്കൊള്ളിക്കണം. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റും കൂടി എടുക്കട്ടെ മിസ്. ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് കൂടി എടുക്കാലോ. നീഡ് എന്താണെന്നും കൂടി. Okay. Internal audit made executives of publicly traded companies legally responsible for the accuracy of its financial statement and the internal controls over financial reporting. Internal ഇന്റേണൽ ഓഡിറ്റ് എങ്ങനെയുള്ള കമ്പനികളിലാണ് നടക്കുന്നത്? പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് അല്ലെ, പരസ്യമായിട്ട് ട്രേഡിംഗ് നടത്തുന്ന അല്ലെ വ്യാപാരം നടത്തുന്ന കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സിന് അതിന്റെ സാമ്പത്തിക രേഖകളുടെ കൃത്യതയ്ക്കും അല്ലെ ആന്തരിക നിയന്ത്രണങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത് അല്ലെ. ഹോസ്പിറ്റലൊക്കെ അറിയാം, നമുക്ക് പബ്ലിക്കിന് സേവനം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഏതൊക്കെ, അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അല്ലെ പരസ്യമായി വ്യാപാരം നടത്തുന്നതാണോ? അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിലെ പരസ്യമായി വ്യാപാരം നടത്തുന്ന കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സിന് അവരുടെ സാമ്പത്തിക രേഖകൾക്ക് കൃത്യത വേണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളില്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളില് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടോ അല്ലെ, ഫ്രോഡുകൾ ഉണ്ടോ എന്നറിയണ്ടേ?
അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ്മെന്റുകളുടെ കൃത്യതയ്ക്കും കൂടാതെ ഇന്റേണൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെ, എന്താണ് ആന്തരിക നിയന്ത്രണങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിലുള്ള പ്രവർത്തനങ്ങളെയും എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത് അല്ലെ. എന്താണ് ഇന്റേണൽ കൺട്രോൾസ്? നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ പ്രോസസ്സുകളിലും നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടോ? അവിടെ വരുന്ന റിസോഴ്സുകൾക്ക് അല്ലേ, അവിടെ ഉപയോഗിക്കുന്ന റിസോഴ്സുകളില് എല്ലാത്തിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ തയ്യാറാക്കുന്നുണ്ടോ അവര്? ഇപ്പൊ ഫാർമസി എടുത്തു കഴിഞ്ഞാല് അവർക്ക് ബഡ്ജറ്റ് അല്ലേ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ, അവർക്ക് ആവശ്യമായുള്ള മെഡിസിനുകള്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഇന്റേണൽ കൺട്രോൾസ് ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അവിടുത്തെ ആന്തരിക നിയന്ത്രണങ്ങളിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ്മെന്റുകൾ, ഫിനാൻഷ്യൽ രേഖകളുടെ എന്താണ് കൃത്യതയ്ക്കും വേണ്ടി ഒരു കമ്പനിക്കുള്ളിലെ എക്സിക്യൂട്ടീവ്സ് നടത്തുന്ന പ്രവർത്തനത്തെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള ആവശ്യം, ഒരു കമ്പനിയിലെ ആവശ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നുകൂടി പറയാം മിസ്, എന്താണ് ഒരു പബ്ലിക്കലി ട്രേഡ്, അതായത് പരസ്യമായി വ്യാപാരം നടത്തുന്ന കമ്പനികളിലെ എക്സിക്യൂട്ടീവ്സിന് അവിടുത്തെ ഫിനാൻഷ്യൽ സാമ്പത്തിക രേഖകളുടെ കൃത്യതയ്ക്കും അവിടുത്തെ ഇന്റേണൽ കൺട്രോൾസിന്റെ പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ കൃത്യതയ്ക്കും വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്സ് ഇൻ ഫംഗ്ഷൻ play a critical role in helping executives to reach their conclusion. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. നിഗമനത്തിലെത്താൻ നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ എക്സിക്യൂട്ടീവ്സിനെ ഒരു കൺക്ലൂഷൻ എത്താൻ സാധിക്കുന്നുണ്ടോ? അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എഫക്റ്റീവ് ആണ്, എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്രോഡുകൾ നടക്കുന്നുണ്ട് അല്ലെ, കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ശരിയായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നുണ്ടോ ഇന്റേണൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് കൊണ്ട്? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിങ് എന്താണ്? അവിടുത്തെ എക്സിക്യൂട്ടീവ്സിനെ എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കൺക്ലൂഷനിൽ എത്താൻ, ഒരു നിഗമനത്തിൽ എത്താനായിട്ട് സഹായിക്കുന്നു. Next, also internal audit efforts to identify breakdown in internal controls, help safeguard against potential fraud, waste or abuse, and ensure compliance with the laws and regulations. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ഇന്റേണൽ ആന്തരിക നിയന്ത്രണങ്ങളിലെ തകരാറുകൾ തിരിച്ചറിയാനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് നമുക്ക് സാധിക്കുമോ? സാധിക്കോ? സാധിക്കും അല്ലെ. എന്താണ് ആന്തരിക നിയന്ത്രണം? നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഇന്റേണൽ എന്താണ് കൺട്രോളുകളുടെ അല്ലെ, ഇന്റേണൽ കൺട്രോളുകളുടെ തകരാറുകളെ തിരിച്ചറിയാൻ ഇന്റേണൽ ഓഡിറ്റ്സ് സഹായിക്കുന്നു. അവിടെ എന്തെങ്കിലും എന്താണ് ഫ്രോഡുകൾ അല്ലെ, കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ, അവിടെ എന്താണ് ഏതെങ്കിലും രീതിയിൽ വേസ്റ്റ് നടക്കുന്നുണ്ടോ അല്ല, അല്ലെങ്കിൽ അബ്യൂസ് നടക്കുന്നുണ്ടോ, കൂടാതെ എന്താണ് അവര് ആ ഒരു ഹോസ്പിറ്റലിൽ അവര് പാലിക്കേണ്ട ലോസ് ആൻഡ് റെഗുലേഷൻസ് അവർ പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനസ്സിലാകാനായി ഈ രീതിയിൽ ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നു. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം മിസ്. എന്താണ് ആന്തരിക നിയന്ത്രണങ്ങളിലെ അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ തകരാറുകളെ തിരിച്ചറിയാനായിട്ട് ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ്സ് സഹായിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലും വേസ്റ്റേജ്, നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മ പലതരത്തിലുള്ള റിസോഴ്സുകൾ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചു ശരിയായ രീതിയിൽ ശരിയായ അളവിൽ എല്ലാവർക്കും ഒരുപാട് റിസോഴ്സുകൾ കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റാഫുകളുടെ
മാനസികാവസ്ഥ അനുസരിച്ച് അല്ലെ. ചിലപ്പോ ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യും, വെറുതെ കുറെ കാണുമ്പോൾ അവർ വെറുതെ യൂസ് ചെയ്യും അല്ലെ, ആവശ്യമില്ലാതെ. ആണോ? വേസ്റ്റേജ് വരുത്താൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റേജ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അബ്യൂസ് നടക്കുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലും സാധനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ എന്താണ്, നമ്മൾ അബ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുള്ള മെഡിസിനുകളാണ് അല്ലെ. നമ്മളല്ല, ചില ആളുകൾ, ചില പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള അബ്യൂസുകൾ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. പിന്നെ എന്താണ്, ആൻഡ് എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. അവിടെ നടത്തേണ്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും അവർ ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ സഹായിക്കുന്നു. ഓക്കെ ആണോ? ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? മിസ് എടുത്തത്? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.